മോളെ ശാരി, മോളെ എടി വേഗം കൊണ്ടുവാടി. മോളെ ചേച്ചി, മോളെ ശാരി, മോളെ നിനക്ക് എന്താടി പറ്റിയേ? വെള്ളം കൊടുക്ക്, വെള്ളം കുടിക്ക. അബോർഷന് ശേഷം ഇങ്ങനെ അമ്മ സംസാരിച്ചിരിക്കുമ്പോ ബോധം മറിഞ്ഞു പോവും. ചേച്ചി എഴുന്നേക്ക്, എഴുന്നേക്ക്. മോളെ കുഴപ്പമില്ല അമ്മ. ഇതൊന്നും രാജീവ് സാറ് കാണുന്നില്ലായിരുന്നോ? കുറെയൊക്കെ മനസ്സിലായതുകൊണ്ടാവണം ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയത്. ആ ദേഷ്യത്തിന് രാജീവേട്ടൻ ഹയർ സ്റ്റഡീസ് എന്നും പറഞ്ഞ് യുഎസിലേക്ക് പോയത്. എന്റെ പെൺമക്കൾ 3 പേരും എനിക്ക് വന്ന കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാവുന്ന സമയത്തെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് വളർത്തി വലുതാക്കിയത്. അതിനു വേണ്ടി എടുത്ത ദുരിതങ്ങളും ഏറെയാ. പക്ഷെ ഒരാൾക്കും നല്ലൊരു ജീവിതം ഈശ്വരൻ കൊടുത്തില്ല. നിനക്കിതൊന്നും അറിയാത്തത് ജോലിയുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നിനക്കും ഇത് തന്നെ ആയിരുന്നതിന് ഗതി. ശ്യാമയുടെ അവസ്ഥയും കഷ്ടം തന്നെയാ. എന്താ മക്കളെ ഈശ്വരൻ നമ്മളോട് മാത്രം ഇങ്ങനെ ക്രൂരത കാണിക്കുന്നേ? മോളെന്തായാലും കുറച്ചു നേരം പോയി കിടക്ക്. കുറെ അധികം സംസാരിച്ചല്ലേ, കുറെ പഴയ അനുഭവ കഥകളൊക്കെ ഓർത്തെടുത്തതല്ലേ. വാ. വിഷ്ണുവേട്ടൻ വന്നു എന്നാ തോന്നുന്നു. ദേവൻ വിളിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ല്. മോളെ മോളെ എങ്ങനെയുണ്ടടി? കുഴപ്പമൊന്നുമില്ല അമ്മേ. ഇതൊക്കെ ഇപ്പൊ എനിക്ക് ശീല. അമ്മ ഇതെന്താ പുറത്തു തന്നെ നിന്നെ? കേറുന്നില്ലേ?